ഓക്കെ, നെക്സ്റ്റ് ആണ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സ്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് റീലൊക്കേഷനെ പറ്റിയിട്ടാണ്. റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡ് 000 നമ്മളൊരു ഒബ്ജക്റ്റ് കോഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് 00 എന്ന് പറയുന്ന 000 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം ഫുള്ള്, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഫുള്ള് നമ്മൾ എഴുതിയിരിക്കുന്നത് ആ ഒരു സ്റ്റാർട്ടിങ് അഡ്രസ്സിലാണ്. പക്ഷേ നമ്മളുടെ മെമ്മറി അവൈലബിൾ ആയിരിക്കുന്നത് 4000-ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഈ നമ്മൾ 000 സ്റ്റാർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് ആ 4000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് കൊണ്ടുപോയി ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സുകളെ എല്ലാം റീലൊക്കേറ്റ് ചെയ്യും. എങ്ങോട്ട്? 4000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടായിരിക്കും അതിനെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളുടെ പ്രോഗ്രാം, നമ്മളുടെ മെമ്മറി മൾട്ടി പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യും. ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസിന് അറ്റ് എ ടൈമിൽ ലോഡ് ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന മെമ്മറി സ്പേസ് ഫ്രീ ആവണമെന്നില്ല. സോ നമ്മൾ എവിടെയാണോ ഫ്രീ ആ സ്ഥലത്തോട്ട് ലോഡർ വെച്ച് ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ആ ഏത് മെമ്മറി ലൊക്കേഷൻ ആണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് വെച്ചിട്ട് നമ്മളുടെ പ്രോഗ്രാംസിന്, നമ്മളുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ എല്ലാം ആ ഒരു ഒബ്ജക്റ്റ് മെമ്മറി ലൊക്കേഷനിലോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ലൊക്കേഷനെ ചേഞ്ച് ചെയ്ത് മെമ്മറി അവൈലബിൾ ആയിരിക്കുന്ന ആ ഒരു ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്തിട്ടായിരിക്കും എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, SICയിലും SIC_XC ഇൻസ്ട്രക്ഷൻസും അറിയാം. SIC ഇൻസ്ട്രക്ഷൻസിലാണെങ്കിൽ ഓൾറെഡി എല്ലാ ഒബ്ജക്റ്റ് കോഡുകൾക്കും നമുക്ക് മാറ്റം വരുത്തേണ്ടി വരും. ബിക്കോസ് നമ്മൾ എഴുതുന്ന എന്താണ്? നമ്മൾ SIC ഇൻസ്ട്രക്ഷനകത്ത് ഫോർമാറ്റ് 1, 2, 3, 4 ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും 0യിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 0 എന്ന് പറയുന്ന അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും എല്ലാ ഫോർവേഡ് റെഫറൻസുകളെല്ലാം വരുന്നത്. ആ ഒരു 0 എന്ന് പറയുന്ന അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ SICയിലെ ഒരുവിധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷൻസിനും, അതായത് അസംബ്ലർ ഡയറക്റ്റീവ്സ് ഒഴികെ വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷനിലും നമ്മൾ എന്ത് ചെയ്യണം? റീലൊക്കേഷൻ പെർഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബിറ്റ് മാസ്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ റീലൊക്കേഷൻ ബിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീലൊക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി SIC_XCയുടെ കേസിലാണെങ്കിൽ ഫോർമാറ്റ് 4, അതായത് പ്ലസ് വരുന്ന ഇൻസ്ട്രക്ഷൻ ആണല്ലോ ഫോർമാറ്റ് 4. അപ്പം ഫോർമാറ്റ് 4 ഉള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? റീലൊക്കേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഒബ്ജക്റ്റ് കോഡുകളെ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ബാക്കിയുള്ള ഒരു ഒബ്ജക്റ്റ് കോഡുകളൊന്നും മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. എന്തിലാണ്? SIC_XCയിൽ പ്ലസ് വരുന്ന, അതായത് ഫോർമാറ്റ് 4 ഇൻസ്ട്രക്ഷൻസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ചേഞ്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എന്ത് യൂസ് ചെയ്താൽ മതി? മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ ചേഞ്ച് ചെയ്ത് ആ ഒരു ലൈനിനെ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. SICയിലാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷൻസിനും നമ്മൾ ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബിറ്റ് മാസ്ക് മെത്തേഡ് അല്ലെങ്കിൽ റിലൊക്കേഷൻ ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി SIC_XCയിലാണെങ്കിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസിലും മോഡിഫിക്കേഷൻ വേണ്ട. ചില പ്ലസ് വരുന്ന ഫോർമാറ്റ് 4 വരുന്ന ഇൻസ്ട്രക്ഷൻസിന് മാത്രം ചേഞ്ച് കൊടുത്താൽ മതി, റീലൊക്കേറ്റ് ചെയ്താൽ മതി. സോ അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് റീലൊക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഫസ്റ്റ് മെത്തേഡാണ്. ഇപ്പം നമ്മൾ ഇതൊരു SIC പ്രോഗ്രാമാണ്. SIC പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ ലൈൻസിലും നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് SIC_XCയുടെ കേസ് പറയാം. ഇതിൽ SIC_XC ഇൻസ്ട്രക്ഷൻസ് ആണ്. കാര്യം ഇതിനകത്ത് ഫോർമാറ്റ് 4 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു SIC_XC ഇൻസ്ട്രക്ഷൻ ആണ്. ഈ SIC_XCയുടെ കേസുകളിൽ ഇത് ആദ്യത്തെ ലൈൻ നമ്മൾ റീഡ് ചെയ്തു. 00യിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കോപ്പി എന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ നെയിമാണ്. അതായത് ഓപ്കോഡ്, ഓപ്രാൻഡ്,
എന്താണ് ലേബൽ, ഓപ്പ് കോഡ്, ഓപ്രാൻഡ്, ഒബ്ജക്റ്റ് കോഡ്. അപ്പം ലേബൽ എഴുതി, ഓപ്പ് കോഡ് എഴുതി, ഓപ്രാൻഡ് എഴുതി, ഒബ്ജക്റ്റ് കോഡ് എഴുതി. അപ്പോൾ അടുത്ത ലൈനെ നമ്മൾ റീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന റീഡറക്ക്. അപ്പോൾ ആ റീഡറക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ എന്താണ് റിട്ടേൺ അഡ്രസ്സിന് എന്താണ് ഇതൊന്നും മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിന് നമുക്ക് എന്ത് ചെയ്യും, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് ഇതിനകത്ത് ലോഡ് ചെയ്ത് വെച്ചാൽ മതി. ഇത് മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഈ എന്ന് പറയുന്ന ലൊക്കേഷൻ കൗണ്ടറാണ് നമ്മളുടെ മെമ്മറിയുടെ അഡ്രസ്സ്. ഇതൊന്നും അതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. എവിടെ വരുമ്പോൾ മാത്രം ഈ പ്ലസ് ജെ സബ് റീഡ് റെക്കെന്ന് വരുന്ന ലൈൻ വരുമ്പോഴത്തേക്കും പ്ലസ് ജെ സബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4B നമ്മൾ എഴുതി. അതിനുശേഷം റീഡ് റെക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1036 റീഡ് റെക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 1036 എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നോക്ക്, റീഡ് റെക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 10 റീഡ് റെക്ക് എവിടെ കിടക്കുന്നു? നോക്ക്, ഈ പ്രോഗ്രാമിൽ കണ്ടോ റീഡ് റെക്ക് കിടക്കുന്നുണ്ടോ? ഈ പ്രോഗ്രാമിൽ റീഡറൊക്കെ കിടക്കുന്നുണ്ടോ? 1036. ഇതിന് എന്ത് ചെയ്യും? മെമ്മറീനെ ഡിപ്പെൻഡ് ചെയ്യും. നോക്ക്, ആ 1036 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 1036. അപ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ 1036 എന്ന് വന്നത്. ഇവിടെ 4000ലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? 5036 എന്ന് വന്നേനെ. ഈ 1036ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആയിരിക്കണം നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഇൻസ്ട്രക്ഷനിൽ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ ജെ സബ് എക്സ് റെക്ക്. നോക്ക്, റീഡ് റെക്ക് നോക്ക്, ഈ റീഡ് റെക്കും റൈറ്റ് റെക്ക്, WR റൈറ്റ് റെക്ക്. നോക്ക്, റൈറ്റ് റെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നോക്ക്, ഈ പ്രോഗ്രാമിൽ റൈറ്റ് റെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്ക് 105D എന്ന് പറയുന്ന ലൊക്കേഷനിലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നോക്ക്, 105D. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ലൊക്കേഷൻ 0 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ 105D എന്ന് വന്നത്. അപ്പോൾ അത് വേറെ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതെന്താണ്, അവിടെ ചേഞ്ച് വരുത്തണം. അതുപോലെ തന്നെ നോക്ക്, റൈറ്റ് റെക്ക്. നോക്ക്, ഇവിടെയും 105D ആണ്. റൈറ്റ് റെക്കിന് എൻ്റെ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ 105D ആണ്. അപ്പോൾ ആ 105Dയിൽ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. അപ്പോൾ പ്ലസ് വരുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഒബ്ജക്റ്റ് കോഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. മറ്റുള്ള ഇൻസ്ട്രക്ഷൻസിനൊന്നും ഒരു മാറ്റവും വരുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ചിട്ടാണ് നമ്മൾ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ആദ്യം നമ്മൾ ഹെഡർ റെക്കോർഡ് എഴുതി കോപ്പി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ നെയിം, ദെൻ സ്റ്റാർട്ടിങ് അഡ്രസ്സ്, ദെൻ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം 1077 എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം. എന്നിട്ട് അതിനുശേഷം ഓരോ ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ റീഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ എവിടെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഓരോരോ ടെക്സ്റ്റ് റെക്കോർഡിനെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മോഡിഫിക്കേഷൻ റെക്കോർഡിൻ്റെ വഴിയിൽ വരുമ്പോഴത്തേക്കും മോഡിഫിക്കേഷൻ റെക്കോർഡിൽ ആദ്യം സ്റ്റാർട്ടിങ് അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ഏത് ലൈനിലാണോ മാറ്റം വരുത്തേണ്ടത്, അതിൻ്റെ ലാസ്റ്റ് ലൈൻ ഏത് ലൈനിലാണ് നമുക്കിപ്പോൾ മാറ്റം വരുത്തേണ്ടത്? നോക്ക്, ഈ ലൈനിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. ഈ ലൈനിൽ ആദ്യം 0006 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് 4B ലോഡ് ചെയ്യും. അതിനുശേഷം 0007 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ടാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പം 0007 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് എത്ര ഡിജിറ്റ് മാറ്റണം? 100136. ഈ ഒരു 5 ഡിജിറ്റ് തൊട്ട് നമുക്ക് മാറ്റം വരുത്തണം. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നോക്ക്, എം എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ റെക്കോർഡ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എവിടെയാ? 0007 എന്ന് തൊട്ടാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. എവിടെ മാറ്റം വരുത്തണം? എവിടെ തൊട്ട്? 05 ഡിജിറ്റ് നമുക്ക് മാറ്റം വരുത്തണം. ആ 5 ഡിജിറ്റിലോട്ട് എന്ത് ആഡ് ചെയ്യണം? കോപ്പിയിലിരിക്കുന്ന ഇപ്പോഴത്തെ അഡ്രസ്സ് എന്താണോ അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു മോഡിഫിക്കേഷൻ റെക്കോർഡ് വെക്കാൻ. ഇപ്പോൾ കോപ്പിയിൽ 4000 ആണെങ്കിൽ 4000 എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? നോക്ക്, ഇവിടെ നോക്ക്, ഈ പ്രോഗ്രാമിൽ 0006 എന്ത് ലോഡ് ചെയ്യും? 4B ലോഡ് ചെയ്യും. 0007 തൊട്ടാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് 0007 തൊട്ട് എത്ര ഡിജിറ്റ് മാറ്റണം? ആ ലാസ്റ്റ് 5 ഡിജിറ്റാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ 05 ഡിജിറ്റ് മാറ്റണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മാറ്റം വരും? പ്ലസ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്താണോ അതായിരിക്കും നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇവിടെ 000 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതാൻ. ഇനി ഇവിടെ 4000 ആണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? 4000 ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ. എന്താണ്? ആദ്യം 0013 4B ലോഡ് ചെയ്യും. അതിനുശേഷം 0014 തൊട്ടാണ് മാറ്റം വരുത്തേണ്ടത്. 0014 തൊട്ട് 5 ഡിജിറ്റ് മാറ്റണം. നോക്കുക, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. 00014 തൊട്ട് 5 ഡിജിറ്റിലോട്ട് കോപ്പി എന്ന് പറയുന്നതും കൂടെ ആഡപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയാണ്
മോഡിഫിക്കേഷൻ റെക്കോർഡ് വഴി XIC ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ചിട്ട് എന്താ ഓരോ പ്ലസ് ഇൻസ്ട്രക്ഷനെയും മോഡിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതിൻ്റെ അൽഗോരിതമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ആദ്യം നമ്മൾ OS നിന്ന് എടുക്കുന്നതിന് നമ്മൾ പ്രോഗ്രാം അഡ്രസ്സായിട്ട് പ്രോഗ്രാം അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലോട്ട് നമ്മൾ OS എടുക്കുന്ന അഡ്രസ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം എന്താണ്, ഇൻപുട്ട് റെക്കോർഡിനെ റീഡ് ചെയ്ത് വെക്കുക. ഇൻപുട്ട് റെക്കോർഡ് എൻഡ് ആണോ, നോട്ട് എൻഡ് ഓഫ് ദി ഇൻപുട്ട് റെക്കോർഡ്, വൈൽ നോട്ട് എൻഡ് റെക്കോർഡ് ആവുന്നത് വരെ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ബിഗിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ റീഡ് ചെയ്തത് എൻഡ് റെക്കോർഡ് ആണോ നോക്കണം. അല്ല, എന്നിട്ട് എന്താ ബിഗിൻ ചെയ്യണം. നമ്മൾ റീഡ് ചെയ്തത് ടെക്സ്റ്റ് റെക്കോർഡ് ആണോ നോക്കണം. അപ്പോൾ എന്താ, നമ്മൾ റീഡ് ചെയ്തത് ടെക്സ്റ്റ് റെക്കോർഡാണ്. ടെക്സ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ ആ ടെക്സ്റ്റ് റെക്കോർഡിലോട്ടുള്ള എന്താ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂയും കൂടെ ആഡ് ചെയ്ത് വെക്കണം. നോക്ക്, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂം കൂടെ ഈ ഫസ്റ്റ് നമ്മൾ എന്താണോ ലോഡ് ചെയ്ത് വെച്ചത് ആ ഒരു വാല്യൂം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് എന്താ, വൈൽ റെക്കോർഡ് ടൈപ്പ് ഈക്വൽ ടു എം ആണെങ്കിൽ എന്താണ്, മോഡിഫിക്കേഷൻ റെക്കോർഡാണ്. എം ആണെങ്കിൽ ആഡ് ദ പ്രോഗ്രാം അഡ്രസ് ടു ദ കണ്ടന്റ് അറ്റ് ലൊക്കേഷൻ സ്പെസിഫൈഡ് ഇൻ ദ റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്രസ്സും കൂടെ നമ്മളുടെ ഈ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂം കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം എന്താ, നെക്സ്റ്റ് ഇൻപുട്ട് റൈൻ റീഡ് ചെയ്യുക. എന്നിട്ട് എന്താ, ലാസ്റ്റ് ജമ്പ്, അതായത് എന്താ, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കിട്ടണം. അപ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കിട്ടാനായിട്ട് ജമ്പ് ടു പ്രോഗ്രാം അഡ്രസ്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ട് ജമ്പ് ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആയോ? ആദ്യം T എന്ന് പറയുന്ന ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്യുക. ആ T എന്ന് പറയുന്ന ടെക്സ്റ്റ് റെക്കോർഡിനകത്തോട്ട് നമ്മളുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ ഓരോരോ വാല്യൂസ് പറക്കി ഇടുക. നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് വെക്കണം, പ്രോഗ്രാം കൗണ്ടറിൻ്റെ പ്രോഗ്രാമാണ് ഇത്. നമ്മൾ റീഡ് ചെയ്ത ഫസ്റ്റ് അഡ്രസ്സ് എന്താണോ, OS സ്റ്റോർ ചെയ്ത ആദ്യത്തെ അഡ്രസ്സ് എന്താണോ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ റീഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം മോഡിഫിക്കേഷൻ റെക്കോർഡ് ചെന്നിട്ട് ഏതാണോ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത് ആ ഒരു അഡ്രസ്സിൻ്റെ കൂടെ എന്താണ്, ഈ ഒരു പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോരോ ലൈൻ റീഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് സ്റ്റാർട്ടിംഗ് ഓഫ് ദ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എവിടെയാണ് കിടക്കുന്നത്, പ്രോഗ്രാം അഡ്രസ്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളായി കിടക്കുന്നത്. അവിടെ പോവുക. എന്നിട്ട് എന്താ, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് SIC/XCയിൽ മോഡിഫിക്കേഷൻ റെക്കോർഡ് വഴി നമ്മൾ എന്താ ചെയ്യുന്നത്. നെക്സ്റ്റ് SIC മെഷീനിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി എല്ലാ ഇൻസ്ട്രക്ഷൻസിനും റിലൊക്കേഷൻ വേണം. അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണ്, ഫസ്റ്റ് റിട്ടേൺ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എവിടെയാണ് നോക്ക്. റിട്ടേൺ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് 0033 ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 0033. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ റീഡറൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എവിടെയാണ് നോക്ക്, നിങ്ങളിവിടെ കാണാൻ പറ്റും. റീഡറൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നോക്ക് ഇവിടെയാണ്. അപ്പോൾ 1039 എന്ന് പറയുന്നതാണ് റീഡറൊക്കെ. അപ്പോൾ അതാണ് ഇവിടെ 1039 എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ, ലെങ്ത് സ്പെസിഫൈ നോക്ക്. ലെങ്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എവിടെയാതോ 1036 എന്ന് പറയുന്നത് അതാണ് 0036. അപ്പോൾ അതാണ് 0036. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷനിലും SIC ഇൻസ്ട്രക്ഷൻസിലും നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം റീലൊക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ റീലൊക്കേഷൻ ചെയ്യേണ്ടതിനെല്ലാം നമ്മൾ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. റീലൊക്കേഷൻ ചെയ്യേണ്ടാത്തതിനെല്ലാം നമ്മൾ 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പം നോക്ക്, ഇതിന് റിലൊക്കേഷൻ വേണം, അതുകൊണ്ട് 1. റിലൊക്കേഷൻ വേണ്ടാത്തത് എന്താണ്, അസംബ്ലർ ഡയറക്റ്റീവ്സിനാണ് റിലൊക്കേഷൻ വേണ്ടാത്തത്. അതിനുകൊണ്ട് അതിനെ 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ റിലൊക്കേഷൻ വേണ്ടതിനെ നമ്മൾ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക, റിലൊക്കേഷൻ വേണ്ടാത്തതിനെ നമ്മൾ 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്ത് വെക്കുക. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യുകയാണ്, നമ്മൾ ആദ്യം എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിറ്റ്സിനെ എല്ലാം ഒരു മാസ്ക് ചെയ്യാൻ പോവുകയാണ്. മാസ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റ് എ ടൈമിൽ ഒരു ടെക്സ്റ്റ് റെക്കോർഡിൽ 10 ഒബ്ജക്റ്റ് കോഡുകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, 1 2 അതായത് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഈ 002D വരെ ഒരു ലൈനിൽ, ഒരു ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ ഒരു ലൈനിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യാം, ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്ത് വെക്കുക. ഹെഡർ റെക്കോർഡിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ടാവും, പ്രോഗ്രാമിൻ്റെ നെയിം ഉണ്ടാവും, ദെൻ ലെങ്ത് ഉണ്ടാവും, ദെൻ ടെക്സ്റ്റ് റെക്കോർഡ്. ഓരോരോ ടെക്സ്റ്റ് റെക്കോർഡായിട്ട് നമ്മൾ എഴുതുക. എവിടം വരെ എഴുതും, 2D വരെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ബിറ്റിനെ മാസ്ക് ചെയ്യും. ബിറ്റിനെ മാസ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 4 ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ ഇതാക്കി വെക്കും. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, F ആണ്. നെക്സ്റ്റ് അടുത്ത 4 ബിറ്റ് എടുക്കും. അടുത്ത 4 ബിറ്റ് എന്താണ്, 1 അടുത്ത 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ F ആണ്. ദെൻ നെക്സ്റ്റ് അത് F ആണ്. ദെൻ F എന്ന് പറഞ്ഞാൽ എന്താണ്, 1 എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഹെക്സ് വാല്യൂ എന്താ, F ആണ്. അപ്പോൾ അത് എഴുതി. നെക്സ്റ്റ് എന്താ, 1
അടുത്ത 1 പക്ഷേ നമുക്ക് വേണ്ട എന്താ 4 ബിറ്റിനെ ചേർത്തിട്ടാണ് നമ്മൾ 4 ബിറ്റുള്ള 3 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിറ്റിലും എന്താണ് 3 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ബൈറ്റിലും 4 ബിറ്റ് 3 ബൈറ്റുകൾ മാത്രമാണ് നമ്മൾ അറ്റ് എ ടൈമിൽ സ്റ്റോർ ചെയ്യുന്നത്. 3 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റിൽ എന്താണ് 4 ബിറ്റുകൾ വേണം. അപ്പോൾ ഇവിടെ അവസാനം 2 ബിറ്റല്ലേ ഉള്ളൂ, കാര്യം 10 എണ്ണവേ ഒരു ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണ് 1 എന്ന് പറഞ്ഞാൽ റിമൈൻഡിങ് ആയിട്ടുള്ള 1ന് പകരം നമ്മൾ എന്ത് ചെയ്യും 0 ആഡ് ചെയ്യും. അപ്പോൾ 1100 എന്ന് പറഞ്ഞാൽ എന്താണ് C ആണ്. അപ്പം അതിന് നെക്സ്റ്റ് എന്താ 1110 എന്ന് പറഞ്ഞാൽ എന്താണ് E ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് 000 എന്ന് പറഞ്ഞാൽ എന്താണ് 0 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക മാസ്ക് ചെയ്യുക. നോക്ക്, നിങ്ങൾ ഇതുപോലെ എടുത്തുക. അതിനുശേഷം എന്താ നോക്ക്, നിങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവും. നമ്മളിതാ ഇവിടെയാണ് നമ്മൾ മാസ്കിങ് പെർഫോം ചെയ്യുന്നത്. ആദ്യം കോപ്പി എഴുതി, ടെക്സ്റ്റ് റെക്കോർഡ് എഴുതി, ആദ്യത്തെ ലൈൻ നമ്മൾ റീഡ് ചെയ്തു. അതിനുശേഷം എന്താണ് ആ ഒരു ലൈനിൽ ഒബ്ജക്റ്റ് കോഡിന് പകരം നമ്മൾ എന്ത് ചെയ്യും മാസ്ക് ചെയ്ത ബിറ്റാണ് എഴുതുന്നത്. FFFC കണ്ടോ, FFFC എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടിയത് നമുക്ക് നോക്ക്. ആദ്യത്തെ ലൈനിൽ 10 ഇൻസ്ട്രക്ഷൻസേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ 4 എണ്ണത്തിന് ചേർത്ത് F, ദെൻ അടുത്ത 4 എണ്ണത്തിന് ചേർത്ത് F, അടുത്ത 4 എണ്ണം അതായത് 1100 11 അടുത്ത 11ന് ശേഷം വരുന്ന 2 ഡിജിറ്റ്സ് ഇല്ല, അതുകൊണ്ട് നമ്മൾ 0 ആഡപ്പ് ചെയ്തു. സോ C. അപ്പോൾ FFC. നെക്സ്റ്റ് എന്താ വരുന്ന E ആണ് അടുത്തത്. അപ്പം നോക്ക്, നമ്മളിതാക്ക് FFFC ക്ലിയർ ആയോ? ആ FFFC ഇവിടെ എഴുതി. അതിനുശേഷം എന്താ നോക്ക്, അടുത്ത ലൈൻ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് എന്താ E എന്ന് പറഞ്ഞാൽ അടുത്ത, ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, E എന്ന് പറഞ്ഞാൽ അടുത്ത എന്താണ് 1110 എന്ന് പറഞ്ഞാൽ E ആണ്. അപ്പോൾ ആ 1110ക്ക് പകരം E ഇട്ടു. റിമൈനിങ് ആയിട്ടുള്ള 2 എണ്ണം 0 ആണ്. സോ 0 കൊണ്ട് നമ്മൾ അതിനെ ഫില്ലപ്പ് ചെയ്തു. എന്നിട്ട് റിമൈനിങ് ബാക്കിയുള്ളതിനൊക്കെ സിമിലർ നമ്മൾ ഒബ്ജക്റ്റ് കോഡ് എന്താണോ ആ ഒബ്ജക്റ്റ് കോഡ് അങ്ങ് പറക്കിയിട്ടാൽ മതി. ആദ്യത്തെ ആ ഒരു 4ൽ മാത്രം, ആദ്യത്തെ ആ ഒരു ലൈനിൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റൂ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓൾറെഡി ബാക്കിയുള്ളതെല്ലാം കറസ്പോണ്ടിങ് അതിന് എന്താ ചേഞ്ച് വന്നോളും. ക്ലിയർ ആയോ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റിലൊക്കേഷൻ ബിറ്റ് എന്ന് പറയുന്നത്. സിമിലർലി ഇതിനകത്തുള്ള എല്ലാ പ്രോഗ്രാംസിനും എല്ലാ ലൈൻസിനും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ആദ്യത്തെ ലൈനിൽ 10 എണ്ണേ പറ്റത്തുള്ളായിരുന്നു, അതിനുശേഷം രണ്ടാമത്തെ ലൈനിലോട്ട് പോയി. അപ്പോൾ ആദ്യത്തെ 10 ലൈനെ നമ്മൾ 0 വെച്ച് ചെയ്തു. ദെൻ രണ്ടാമത്തെ ലൈൻ 36 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. നോക്ക്, ആദ്യത്തെ ലൈനിൽ 2D വരെ തീർന്നു, നമുക്ക് ഇവിടെ വരാം. പിന്നെ രണ്ടാമത്തെ ലൈൻ 36 സ്റ്റാർട്ട് ചെയ്തു. 36 തൊട്ട് നമുക്ക് അടുത്തലോട്ട് പോവാണ്. അടുത്തലോട്ട് പോകുമ്പം ആദ്യം എന്താ കിട്ടിയത് 1100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ആണ്. അതിനുശേഷം 000 എന്ന് പറഞ്ഞാൽ 0 ആണ്. നെക്സ്റ്റ് എന്താ അടുത്ത 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ ആ 0യ്ക്ക് ശേഷം വരുന്ന ബിറ്റ്. ഇനി അടുത്ത 4 ബിറ്റിനെ ചേർത്ത് F ആക്കും. വീണ്ടും അടുത്ത 4 ബിറ്റിനെ ചേർത്ത് F ആക്കും. എന്നിട്ട് അത് 10 ലൈൻ ആവുന്നോ നോക്കും. 1 2 3 4 5 6 7 8 9 10 ഇവിടെ വരെ വരും. ഇനി അടുത്ത് എന്താ 1110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് E ആണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് അങ്ങനെയാണ് നമ്മൾ എന്താ ബിറ്റ് മാസ്കിൽ ബിറ്റിനെ കണ്ടുപിടിക്കുന്നത്. നോക്ക്, അങ്ങനെയാണ് നമ്മൾ FFFE0 റിമൈനിങ് ആയിട്ടുള്ള സീറോസിനെ കൊണ്ട് നമ്മൾ അതിനെ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റിലൊക്കേഷൻ ബിറ്റ് മാസ്ക് എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് പ്രോഗ്രാം ലിങ്കിങ് അല്ല, റിലൊക്കേഷൻ ബിറ്റിന് അതിനെയാണ് നമ്മൾ എന്താ ഇതിന് വേറൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. റിലൊക്കേഷൻ ബിറ്റ്സിനെ തന്നെ അത് ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അതായത് വേറൊരു പ്രോഗ്രാം ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ തരാം. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരെണ്ണത്തിന് എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് റിലൊക്കേഷൻ ബിറ്റ് വെച്ചിട്ടുള്ള 2 SICയിൽ എങ്ങനെയാണ്, SIC/Xയിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം SICയിൽ ഒരുവിധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷനും മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ബിറ്റ് മാസ്കിലോട്ട് പോയത്, റിലൊക്കേഷൻ ബിറ്റ് മാസ്കിലോട്ട് പോയത്. SIC/Xയിലാണെങ്കിൽ മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ചിട്ടാണ് നമ്മൾ റിലൊക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അത്രയേ ഉള്ളൂ റിലൊക്കേഷനെ പറ്റി നമുക്ക് പറയാം. താങ്ക്